ഇപ്പോൾ സുരേഷ് വെള്ളിമുറ്റം ചേരുന്നു. സുരേഷ്, ഇപ്പോൾ ഈ തീപിടുത്തം പൂർണ്ണമായും നിയന്ത്രിക്കാനായിട്ടുണ്ടോ? മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ഇനിയുമുണ്ടോ? ആശുപത്രിയിലുള്ളവരുടെയൊക്കെ ആരോഗ്യനില എങ്ങനെയുണ്ട്? മോത്തി, ആദ്യമായി നമുക്ക് നൽകാൻ കഴിയുന്നത് ഇന്ന് രാവിലെ 2 മൃതദേഹങ്ങൾ കൂടി തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഒരാൾ പത്തനംതിട്ട സ്വദേശിയും മറ്റൊരാൾ 2 മലയാളികളുടെ മൃതദേഹം കൂടി തിരിച്ചറിഞ്ഞത്. ഒന്ന് പത്തനംതിട്ട സ്വദേശിയും മറ്റൊരാൾ കണ്ണൂർ ധർമ്മടം സ്വദേശിയും. അങ്ങനെ ദുരന്തത്തിൽ ഇതുവരെ 11 മലയാളികളെ തിരിച്ചറിഞ്ഞു. 1 മലയാളികൾ മരിച്ചു എന്നുള്ളതാണ് ഇതുവരെയുള്ള വിവരം. ആകെ മരിച്ച 49 പേരിൽ 43 പേർ ഇന്ത്യക്കാരും 6 പേർ ഫിലിപ്പൈൻസ് സ്വദേശികളും. അങ്ങനെയാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ആകെ 49 പേർ മരിച്ചതിൽ 43 പേർ ഇന്ത്യക്കാർ, 6 പേർ ഫിലിപ്പൈൻസുകാർ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഒരു സ്ഥിരീകരണം. 2 മലയാളികൾ കൂടി മരിച്ചവരെ തിരിച്ചറിഞ്ഞതോടുകൂടി മരിച്ച 11 പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് മാത്രം 4 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. കൊല്ലത്ത് നിന്ന് 3 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അതോടൊപ്പം തന്നെ പത്തനംതിട്ട 4, കൊല്ലം 3, കാസർഗോഡ് 2, കോട്ടയം 1, കണ്ണൂർ 1. ഇതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇങ്ങനെയാണ് ഏറ്റവും ഒടുവിലത്തെ സ്ഥിരീകരണം വരുന്നത്. ഇന്നലെ കാസർഗോഡ് തൃക്കരിപ്പൂർ എളമ്പിച്ചി സ്വദേശി കേളു പൊന്മലേരി അദ്ദേഹത്തിന്റെ മരണമാണ് ആദ്യം സ്ഥിരീകരിക്കുന്നത്. കാസർഗോഡ് ചെർക്കള കുണ്ടടുക്കം സ്വദേശി രഞ്ജിത്ത്, കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റീഫൻ എബ്രഹാം മാത്യു, പന്തളം മുടിയൂർക്കോണം സ്വദേശി ആകാശ് എസ് നായർ, കൊല്ലം സ്വദേശി ഷമീർ ഡ്രൈവറായിരുന്നു. പത്തനംതിട്ട വാഴമുട്ടം സ്വദേശി PV മുരളീധരൻ, കൊല്ലം വെളിച്ചിക്കാല വടക്കോട് വിളയിൽ ലൂക്കോസ്, പുനലൂർ നരിക്കൽ വാഴവിള സ്വദേശി സാജൻ ജോർജ്, കോന്നി അട്ടച്ചാക്കൽ സ്വദേശി ചെന്നരിശ്ശേരിയിൽ സജു വർഗീസ്, തിരുവല്ല മേപ്ര സ്വദേശി തോമസ് ഉമ്മൻ. ഇന്ന് രാവിലെ ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത്. കണ്ണൂർ ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണൻ. ഇത്രയും പേരാണ് മരിച്ച 11 മലയാളികൾ. 27 പേര് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ആ 27 പേരിൽ 9 പേരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. അതിൽ പലരും മെഡിക്കൽ ICUവിലാണ് കഴിയുന്നത്. ആ 9 പേർ കഴിഞ്ഞാൽ പിന്നീട് വരുന്ന 21 പേരിൽ അത്രയ്ക്ക് അപകടകരമായി ആരും തന്നെ ഇല്ല എന്ന് വ്യക്തമാകുന്നുണ്ട്. എല്ലാവർക്കും ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇവരുടെയൊക്കെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെടുന്നുണ്ട്. പക്ഷേ ആ 9 പേർ ഇപ്പോഴും അതേ അവസ്ഥയിൽ തുടരുകയാണ്. കാരണം 70-80% പൊള്ളലേറ്റിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഒരു റിക്കവറി അത്രയ്ക്ക് എളുപ്പമാകില്ല എന്ന് ഡോക്ടർമാരൊക്കെ സൂചന നൽകുകയും ചെയ്യുന്നുണ്ട്. 9 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. മോത്തി.